ഭരണഘടനയിലെ ഭേദഗതികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ എന്താ ഈ ഭേദഗതി? മാറ്റങ്ങൾ വരുത്തുക അല്ലെ. എന്തെങ്കിലും കാര്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കോ, അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കോ, അതല്ലെങ്കിൽ നിലവിലുള്ള എന്തെങ്കിലും ഒരു കാര്യം റദ്ദ് ചെയ്ത് എടുത്തു കളയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് ആ ഭേദഗതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. എന്തിനാ ഈ ഭേദഗതി കൊണ്ടുവരുന്നത്? അപ്പൊ നിലവിലുള്ള ഭരണഘടനയില് എന്തെങ്കിലും ഒരു ഇൻകൺസിസ്റ്റൻസി, മറ്റേതെങ്കിലും ഒരു വിഷയമായിട്ട് ഒരു ഇൻകൺസിസ്റ്റൻസി വരുന്ന സമയത്ത് പാർലമെന്റ് എന്ത് ചെയ്യാണ്? അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നതാണ് ഭേദഗതി എന്ന് പറയുന്നത് അല്ലെ. ഭേദഗതി വരുത്തി എന്നുള്ളത് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ ഭേദഗതി നമ്മൾ നോക്കുകയാണെങ്കിൽ 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. 1951 ഒന്നാമത്തെ ഭേദഗതി കൊണ്ടുവന്നു. നിലവിൽ വന്നതിന്റെ അടുത്ത വർഷം തന്നെ ചെറിയൊരു മാറ്റം ഭരണഘടനയിൽ വരുത്തേണ്ടി വന്നു. എന്താ ഒന്നാം ഭേദഗതിയിൽ ഉള്ള മാറ്റം എന്നുള്ളത് നമ്മൾ കാലാകാലങ്ങളായിട്ട് പഠിച്ചു പോരുന്നുണ്ട്. 9th ഷെഡ്യൂൾ ആഡ് ചെയ്തു. 9th ഷെഡ്യൂളിലെ വിഷയം ഭൂപരിഷ്കരണം. എന്താ ഇതിന് കാരണം? നമ്മൾ ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിലായിരുന്ന സമയത്ത്, ഇന്ത്യ ബ്രിട്ടീഷേഴ്സ് ഭരിക്കുന്ന സമയത്ത് ഇവിടെ സെമീന്ദാരി സിസ്റ്റം നിലനിന്നിരുന്നു. എന്താ സെമീന്ദാരി സിസ്റ്റം? സെമീന്ദാർമാര് ഭൂ ഉടമകളായിരുന്നു. ഭൂമി മുഴുവൻ കൈയടക്കി വെച്ചിരുന്നത് അവരായിരുന്നു. കൃഷിക്കാര് വെറും വാടകക്കാരായിട്ട് അതിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നു, കൃഷി ചെയ്തുകൊണ്ടിരുന്നു, ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ഒരു പരിഗണനയില്ലായിരുന്നു, ഒരു സ്ഥിരതയില്ലായിരുന്നു. നികുതിയാണെങ്കിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണമായിരുന്നു അല്ലെ. ഇതാണ് അവരുടെ ഒരു സ്ഥിതി. ചൂഷണവും ദാരിദ്ര്യവും ഒക്കെ ആയിരുന്നു ആ സമയത്ത് അല്ലെ. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇങ്ങനെ ചൂഷണം അനുഭവിച്ച ആളുകളെയൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ നമുക്കൊരു ഭാഗത്ത് നമ്മുടേതായ ഒരു ഭരണഘടന മേക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ പല മേഖലകളിലും പല ഘട്ടങ്ങളിലുമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അതില് 1949 കോൺഗ്രസ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. കോൺഗ്രസ് അഗ്രേറിയൻ റിഫോംസ് കമ്മിറ്റി 1949. ഇതില് JC കുമരപ്പയായിരുന്നു ഇതിന്റെ ചെയർമാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പില് എന്തായിരുന്നു ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്? ഭൂപരിഷ്കരണം എന്ന ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയായിരുന്നു ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്തു. എന്താ ഇതില് റിപ്പോർട്ടിൽ ഉള്ള നിർദ്ദേശം എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ജമീന്ദാരി സിസ്റ്റം അബോളിഷ് ചെയ്യണം എന്നുള്ളതായിരുന്നു. കൂടാതെയോ കർഷകരുടെ കയ്യിലേക്ക് ഭൂമി എത്തണം, കർഷകര് ഭൂ ഉടമകളാവണം എന്നുള്ളതും, ലാൻഡ് സീലിംഗ്, അതായത് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമി, കണക്കില്ലാതെ ഭൂമി കൈവശം വെക്കാൻ പറ്റില്ല, കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിക്കണം, പിന്നെ ഇന്റർമീഡിയറ്റ്സിനെ ഒഴിവാക്കണം എന്നുള്ളതൊക്കെയായിരുന്നു ബാക്കിയുള്ള പ്രധാനപ്പെട്ട ശുപാർശകൾ ഈ കമ്മിറ്റിയുടെ. അങ്ങനെ ഈ കമ്മിറ്റി ശുപാർശ പ്രകാരം പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി? പുതിയ ലാൻഡ് റിഫോംസ് ആക്ടുകൾ കൊണ്ടുവന്നു. പിന്നെ സെമീന്ദാരി അബോളിഷ് ചെയ്യുന്ന ആക്ടുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി സെമീന്ദാരന്മാരിൽ നിന്നും കർഷകരുടെ കയ്യിലേക്ക് എത്തുന്നു. അവിടെയാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സെമീന്ദാർമാർ എന്ത് ചെയ്തു? കോടതിയിൽ കേസ് കൊടുത്തു. എന്താ കേസ് കൊടുത്തത്? നമുക്ക് ഒരു ഭരണഘടനയുണ്ട്, അതില് ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നുണ്ട് അല്ലെ, സ്വത്തവകാശം എന്നുള്ളത്. അപ്പോ ഈ വരുന്ന നിയമങ്ങളൊക്കെ ലാൻഡ് റിഫോംസ് ആയിട്ടും ടെനൻസി ആക്ട് ആയിട്ടും സെമീന്ദാരി അബോളിഷൻ ആക്ട് ആയിട്ടും ഒക്കെ വരുന്ന നിയമങ്ങളൊക്കെ എന്താണ്? ഞങ്ങളുടെ ഈ ഒരു റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന നിയമങ്ങളാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ചലഞ്ച് ചെയ്തു. അപ്പോൾ കോടതി എന്ത് ചെയ്യാൻ തുടങ്ങി? പല ഈ ലാൻഡ് റിഫോംസ് നിയമങ്ങൾ പോലുള്ള പല നിയമങ്ങളും സ്റ്റേറ്റുകൾ പാസ്സാക്കിയ പല നിയമങ്ങളും എന്താക്കാൻ തുടങ്ങി? സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങി, റദ്ദാക്കി കളഞ്ഞു. അങ്ങനെ ആ സമയത്ത് പാർലമെന്റ് നോക്കുമ്പോൾ പാർലമെന്റ് തീരുമാനിച്ചു ഇതൊക്കെ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള കുറെ നിയമങ്ങളാണ് അല്ലെ. ഇങ്ങനെ പോയാൽ നമുക്കൊരു സോഷ്യൽ ജസ്റ്റിസും എന്ത് ചെയ്യാൻ പറ്റൂല, നടപ്പിലാക്കാൻ വേണ്ടി പറ്റൂല നിയമങ്ങളിലൂടെ. അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കൂടിയേ തീരൂ എന്നുള്ളത് മനസ്സിലാക്കി പാർലമെന്റ് എന്ത് ചെയ്തു? 1951 കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ടു മുമ്പുള്ള വർഷം നിലവിൽ വന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ 1951 ഒന്നാമത്തെ ഭേദഗതി കൊണ്ടുവന്നു. ഏതൊക്കെയാ ഭേദഗതികള്? ആർട്ടിക്കിൾ 31
ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, അങ്ങനെ 2 കാര്യങ്ങൾ ആഡ് ചെയ്തു. എന്തൊക്കെയാണ് ആഡ് ചെയ്തത്? 31A അബോളിഷ് ചെയ്യുന്നതും, പിന്നെ കൂടാതെ എന്ത് പറഞ്ഞു? സ്റ്റേറ്റിന് ടേക്ക് ഓവർ ചെയ്യാം, ഏത് ഭൂമി വേണമെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി ഏത് ഭൂമിയും ടേക്ക് ഓവർ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള റൈറ്റ് സ്റ്റേറ്റിനുണ്ട് എന്ന് പറഞ്ഞു. 31B എന്ത് പറഞ്ഞു? പുതിയതായൊരു ഷെഡ്യൂള് ആഡ് ചെയ്തിട്ടുണ്ട്. 1ാം അമെൻമെന്റില് ഒരു 9th ഷെഡ്യൂള്. അതുവരെ നമുക്ക് 8 ഷെഡ്യൂളുകൾ, 8 പട്ടികകൾ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഷെഡ്യൂള് ആഡ് ചെയ്തു. എന്തിനാ ആ ഷെഡ്യൂൾ ആഡ് ചെയ്തത്? ആ ഷെഡ്യൂളിൽ 9th ഷെഡ്യൂളിൽ ഒരുപാട് നിയമങ്ങൾ നമ്മൾ കൊണ്ടുചെന്നിട്ടു. എന്നിട്ട് പറഞ്ഞു എന്ത്? ഈ 31B എന്ത് പറഞ്ഞു? ഈ 9th ഷെഡ്യൂളിൽ കാണുന്ന നിയമങ്ങളൊന്നും തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ് 31B. അപ്പൊ 9th ഷെഡ്യൂളിൽ എന്താ ഉള്ളത്? 9th ഷെഡ്യൂളിലുള്ളത് പല ഭൂപരിഷ്കരണ നിയമങ്ങളും, സ്റ്റേറ്റുകൾ പാസ്സാക്കുന്ന പല ഭൂപരിഷ്കരണ നിയമങ്ങള്, അഗ്രേറിയൻ റിഫോംസ് ആക്ട്, ടെനൻസി ആക്ട്, അബോളിഷൻ ഓഫ് സെമീന്ദാരി ആക്ട്, അങ്ങനെ തുടങ്ങിയ എല്ലാ നിയമങ്ങളും നമ്മൾ ഏകദേശം ഒരു 200ന് അടുത്ത് വരുന്ന നിയമങ്ങൾ 9th ഷെഡ്യൂളിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അത്രയും ആക്ടുകൾ 9th ഷെഡ്യൂളിലേക്ക് മാറ്റി. എന്നിട്ട് ആർട്ടിക്കിളിൽ എന്ത് പറഞ്ഞു? 31B എന്ത് പറഞ്ഞു? ഈ പറയുന്ന 9th ഷെഡ്യൂളിലുള്ളതൊന്നും നമുക്ക് ചലഞ്ച് ചെയ്യാൻ വേണ്ടി, കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് പുതിയതായൊരു ഷെഡ്യൂൾ. അത്രയും ആക്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഒരു ഷെഡ്യൂൾ തന്നെ, ഒരു പട്ടിക തന്നെ ഉണ്ടാക്കിയിട്ട് ആ ആക്ടുകളൊക്കെ അതിലേക്ക് ഇട്ടത്. ആർട്ടിക്കിളിൽ നേരിട്ട് ഈ ആക്ടുകൾ മുഴുവൻ കൊടുക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഷെഡ്യൂൾ പുതിയതായിട്ട് കൊണ്ടുവന്നതും, അപ്പൊ ഈ 9th ഷെഡ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി 31B എന്നൊരു ആർട്ടിക്കിൾ ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോ ഭേദഗതിയും വന്നുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി അവസാനം വന്ന 7 ഭേദഗതികൾ ചെറിയൊരു ട്രിക്കിലൂടെ പറഞ്ഞുതരാം. 100 മുതൽ 106 വരെയുള്ള ഭേദഗതികളാണ്. 100 ഭേദഗതിയിൽ ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ് ആണ് പറയുന്നത്. ഇന്ത്യ ബംഗ്ലാദേശിന്റെ ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ്, അതാണ് 100ാമത്തെ അമെൻമെന്റ് എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കുക. 100 സെന്റ് ഭൂമി എന്നാലോചിച്ച് വെക്കുക. ലാൻഡ്, 100 സെന്റ് ലാൻഡ് എന്നാലോചിച്ച് വെക്കുക. അപ്പൊ ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ്. അപ്പൊ 100ാം ഭേദഗതി ലാൻഡ്, 100 സെന്റ് ലാൻഡ്, 100 സെന്റ് ഭൂമി എന്നാലോചിച്ച് ഒന്ന് അത് കണക്ട് ചെയ്ത് വെക്കുക, 100 ലാൻഡ് എന്നുള്ളത്. ഇനി 101ാം ഭേദഗതി GST ആണ്. GST എന്ന് പറഞ്ഞാൽ എന്താ? 1 നേഷൻ 1 ടാക്സ്, അല്ലെ? 101. അപ്പോൾ 1 നേഷൻ 1 ടാക്സ് 101ാമത്തെ ഭേദഗതി. അങ്ങനെയൊന്ന് കണക്ട് ചെയ്യാം. ഇനി 102ഉം 103ഉം ഒരുമിച്ച് പഠിക്കണം. 103 എന്ന് പറയുമ്പോൾ 3 മുന്നോക്കം എന്നാലോചിക്കുക. 3 മുന്നോക്കം. അപ്പൊ തൊട്ട് പിന്നിലുള്ളത് പിന്നോക്കമായിരിക്കും, അല്ലെ? 102. അപ്പൊ 103 മുന്നോക്കം, 102 പിന്നോക്കം. 103ാം ഭേദഗതി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തിക ഇല്ലാത്തവർക്ക് 10% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലിയിലും ഒക്കെ 10% സംവരണം കൊടുത്ത ഒരു ഭേദഗതിയാണ് ഏത്? 103 മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തിക ഇല്ലാത്തവർക്ക് സംവരണം കൊടുത്തത്. ഇനി 102 എന്താണ്? അത് പിന്നാണ്, അല്ലെ? പിന്നോക്കമാണ്. അപ്പോൾ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടന പദവി കിട്ടി. അടുത്തത് 104 104 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ നമ്പർ ഒന്ന് എഴുതുമ്പോൾ 4 എന്നുള്ളതൊരു ചെയർ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? 4 എന്നുള്ള അക്കം ഒരു ചെയർ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒന്ന് ഓർക്കുക, ഒരു സീറ്റാണ് അതല്ലേ, ഒരു ചെയർ, ഒരു സീറ്റ്. അപ്പോൾ ആ സീറ്റ് സംവരണം എടുത്തു കളഞ്ഞ ഒരു ഭേദഗതിയാണ്. അതായത് ആംഗ്ലോ ഇന്ത്യൻ്റെ സീറ്റ് സംവരണം എടുത്തു കളഞ്ഞ ഒരു ഭേദഗതിയാണ് 104. 4നെ ആലോചിക്കുന്ന സമയത്ത് ഒരു സീറ്റ് പോലെ ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ സീറ്റ് എടുത്തു കളഞ്ഞ, സംവരണം എടുത്തു കളഞ്ഞ ഒരു ഭേദഗതിയാണത്. ആംഗ്ലോ ഇന്ത്യൻ്റെ സംവരണം എടുത്തു കളഞ്ഞത്. അടുത്തത് 105. അതേപോലെ തന്നെ 105 എന്ന് എഴുതുമ്പോൾ 5നെ ഒരു എസ് പോലെ തോന്നുന്നുണ്ട്, എസ്. അപ്പോൾ സ്റ്റേറ്റ് എന്നാലോചിക്കുക. 5നെ സ്റ്റേറ്റ് എന്ന
സ്റ്റേറ്റിന് എന്താ കിട്ടിയത്? എസ് സ്റ്റേറ്റ് എന്ന് ആലോചിച്ചാൽ സ്റ്റേറ്റിനൊരു അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടിയ ഒരു ഭേദഗതിയാണ് 105. എന്താ സ്റ്റേറ്റിനുള്ളൊരു റൈറ്റ് എന്ന് പറയുന്നത്? സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സ്റ്റേറ്റിന് തീരുമാനിക്കാം, അവരവരുടെ സ്റ്റേറ്റിലുള്ള. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിനൊരു റൈറ്റ് പുനഃസ്ഥാപിച്ച് കിട്ടിയ ഭേദഗതിയാണ് ഇത് 105. 5 എന്ന് എഴുതുന്ന സമയത്ത് എസ് എന്ന് സ്റ്റേറ്റിന്റെ റൈറ്റ് പുനഃസ്ഥാപിച്ച് കിട്ടിയത് എന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇനി 106 അവസാനം വന്ന ഭേദഗതിയാണ്. 6 അല്ലേ അത്? 6 സ്ത്രീ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ സ്ത്രീ സംവരണം 33% സ്ത്രീ സംവരണം നടപ്പിലാക്കിയ ഭേദഗതിയാണ് 106. അപ്പോൾ 106 106 സ്ത്രീ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാനാവോ നോക്കുക. അപ്പൊ ഇത്രയാണ് അമെൻഡ്മെന്റിന്റെ ഒരു ഇൻട്രോ ആയിട്ട് നിങ്ങൾക്ക് തരാനുള്ളത്. ഇനി പ്രധാനപ്പെട്ട അമെൻഡ്മെന്റുകളും അതിന്റെ കാരണങ്ങളും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുപോലെ എന്തെങ്കിലും ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.